വേടൻ പീഡന വീരനാണോ? പുറത്തു വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ വേടൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവൻ ഇതുപോലുള്ള ഏതെങ്കിലും കെണിയിൽ പെടുമെന്ന് എനിക്ക് നേരത്തെ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവന് വേണ്ടി നേരത്തെ ചെയ്ത വീഡിയോകളിലെല്ലാം ഞാൻ ഇവനോട് പറഞ്ഞത്, മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ നിനക്ക് പണി വരുമെന്ന്. വേടനെക്കുറിച്ച് വേറെയും ചില പെൺകുട്ടികളൊക്കെ ലൈംഗിക ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് ലൈംഗിക വൈകൃതമുണ്ട് എന്നാണ്. ഇദ്ദേഹം മറ്റ് ഇണയുടെ വേദനകളെല്ലാം ഇദ്ദേഹത്തിന് ലൈംഗിക ആസ്വാദനമായി കാണുന്നത്. ഇണ വേദന കൊണ്ട് പുളയുമ്പോൾ ഇദ്ദേഹം ലൈംഗികതയെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് നേരെ ചൊവ്വയുള്ള ലൈംഗികതയിൽ താല്പര്യമില്ല. കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് എന്താണ് എന്നൊരു ബോധവുമില്ലല്ലോ. ഇണയുടെ വേദന ആസ്വദിക്കുക തന്നെ. ഇപ്പോഴെന്തായാലും രംഗത്ത് വന്നിരിക്കുന്ന ഡോക്ടറുടെ കാര്യത്തിൽ വേടനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. 2021 ആഗസ്റ്റിൽ തുടങ്ങിയ ഈ പീഡനം 2023 മാർച്ച് വരെ തുടർന്നു എന്ന് പറയുന്നത് തന്നെ അവരുടെ സമ്മതത്തോടു കൂടിയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. എങ്കിലും കോടതിയിൽ വേടൻ കുറ്റക്കാരൻ തന്നെയാകും. ഒരു പെൺകുട്ടിയെ ആരെങ്കിലും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ അത് പുറത്തു പറയണം, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യണം എന്നുള്ളൊരു നിയമം നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ ഇത് വളരെ അപകടകരമായ ഒരു യാത്രയാണ്. അന്ന് സഹകരിച്ച് പ്രവർത്തിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കുന്ന രീതി ശരിയല്ല. പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് വേടൻ അത്ര വെടിപ്പുള്ള ഒരാളല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വേടന് ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്ര വളരെ ക്ലേശകരമാകും എന്ന് തന്നെയാണ് ഉറപ്പ്.